നമസ്കാരം. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനം നമ്മൾക്കൊക്കെ പരിചയമുള്ള സഞ്ചാരി എന്ന് അറിയപ്പെടുന്ന ശ്രീ ജോർജ് കുളങ്ങര, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു നാസ്തികനുമായിട്ട് ഉള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള എൻ്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ശ്രീ ജോർജ് കുളങ്ങര വളരെ ദീർഘമായി യാത്ര ചെയ്തിട്ടുള്ള ആളും അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം അറിവുള്ള ആളുമാണ്. യാത്ര ഒരുപാട് അറിവ് മനുഷ്യന് നൽകും. 1000 പുസ്തകം വായിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു യാത്ര എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിന് വളരെയേറെ അറിവുണ്ട്. ഇത് ഒരു നാസ്തികനുമായുള്ളൊരു സംസാരത്തിൽ ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് ഉള്ള ഒരു സംസാരം, അദ്ദേഹം 4-5 പേരോട് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ്. അത് എഡിറ്റ് ചെയ്തെടുത്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പം ആ ഇൻ്റർവ്യൂവിൽ ശ്രീ ജോർജ് കുളങ്ങര പറയുന്ന ചില അഭിപ്രായങ്ങളിൽ അദ്ദേഹം വരുത്തിയുള്ള ഫാക്ച്വൽ എറേഴ്സിനെ കുറിച്ചാണ്. ദൈവവിശ്വാസം എന്നുള്ളത് അത് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം, ഇനി ഏത് ദൈവത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്, ക്രിസ്തു വിശ്വാസിയാണ്. അത് എനിക്ക് ഏറ്റു പറയാൻ യാതൊരു മടിയില്ല. അതുകൊണ്ട് മറ്റുള്ളവർ അങ്ങനെ ചെയ്തോളണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ ശ്രീ ജോർജ് കുളങ്ങരയും ദൈവവിശ്വാസിയാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം അദ്ദേഹം എലാബറേറ്റ് ചെയ്യുന്നില്ല അവിടെ. അദ്ദേഹം പറയുന്നുണ്ട്, മതവിശ്വാസവും ദൈവവിശ്വാസവും വ്യത്യസ്തമാണ്. ഞാനും അതിനോട് 100% യോജിക്കുന്നു. മതവിശ്വാസവും ദൈവവിശ്വാസവും ഒന്നല്ല. മതത്തിലൊക്കെ ഒരുപാട് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളല്ല ഇതിൽ പറയുന്നത്. അതിനകത്ത് വരുത്തിയിട്ടുള്ള 1-2 ഫാക്ച്വൽ എറേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറയുന്നു, യേശു ക്രിസ്തു എന്നുള്ള ഒരു മിശിഹ അന്ന് അക്കാലത്ത് റോമാക്കാർക്കെതിരായി വിപ്ലവം നടത്തിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു യേശു ക്രിസ്തു എന്നാണ് അദ്ദേഹം യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിന് ധാരാളമായിട്ടുള്ള ചരിത്രരേഖകളൊക്കെ ഈ റോമിലൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം ദീർഘമായി സഞ്ചരിക്കുന്ന ആളാണ്. മ്യൂസിയങ്ങളിലൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യപ്രകാരം റോമാക്കാർക്കെതിരായി, അന്ന് യഹൂദരെ റോമാക്കാരെ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാരെ കോളനൈസ് ചെയ്തതുപോലെ റോമാക്കാർ ജ്യൂസിനെ കോളനൈസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം അതിനെതിരെ ആളുകൾ സ്വാതന്ത്ര്യ സമരം ചെയ്യും. അപ്പം സ്വാതന്ത്ര്യ സമരം ചെയ്യുന്ന നേതാക്കന്മാരെ മിശിഹ എന്നാണ് അവർ വിളിച്ചിരുന്നത്. അപ്പം മിശിഹ എന്നതിന് അർത്ഥമായിട്ട് അദ്ദേഹം പറയുന്നത് രക്ഷകൻ എന്നാണ്. മറ്റേ ആൾ പറയുന്നത് മിശിഹായ്ക്ക് വേറെന്തോ അർത്ഥം പറയുന്നുണ്ട് ഇൻ്റർവ്യൂ എന്നാണ്. അപ്പം ജോർജ് പറയുന്നുണ്ട് അങ്ങനെയല്ല, അത് രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നും പറയുന്നുണ്ട്. വാസ്തവത്തിൽ മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നല്ല, അഭിഷിക്തൻ എന്നാണ്. രക്ഷകൻ എന്നുള്ളത് ജീസസ് ജോഷുവ എന്നുള്ള വാക്കിൻ്റെ മീനിങ് ആയിട്ടാണ് രക്ഷകൻ എന്നുള്ളത് യേശുവുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ഈ മിശിഹ എന്നുള്ളത് അഭിഷിക്തൻ എന്ന മീനിങ്ങിൽ വരുന്നതാണ്. അതുപോട്ടെ. അപ്പോൾ അതുകൂടാതെ വേറൊരു പരാമർശം അതിനകത്ത് വന്നത്, ഈ യേശു പറഞ്ഞു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് ഒരു 500 വർഷം കഴിഞ്ഞിട്ടല്ലേ എന്നുള്ളതായിരുന്നു വേറൊരു ചോദ്യം. അപ്പം ജോർജ് കുളങ്ങര 500 വർഷം എന്നുള്ളത് എടുത്തു പറയുന്നില്ലെങ്കിൽ അദ്ദേഹം അത് കൊറോബറേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 വിഷയങ്ങളാണ് നമ്മളിവിടെ കാര്യമായിട്ട് പരിഗണിക്കുന്ന ഒരു വിഷയം. അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഇതിൽ മിശിഹ എന്നുള്ള സംഗതി അത് ശരിയാണ്. അന്ന് റോമ ആധിപത്യത്തിനെതിരെ ജ്യൂസ് നിരന്തരമായിട്ട് സോളമൻ്റെ കാലത്തിന് ശേഷം, അതായത് ഏകദേശം ഒരു BC 900-ന് ശേഷം ജ്യൂസ് നിരന്തരമായിട്ട് വിദേശ ആധിപത്യത്തിലായിരുന്നു. ആദ്യം അസീറിയയും, പിന്നീട് ബാബിലോണിയയും, പിന്നീട് ഗ്രീക്കുകാരും, അതിനുശേഷം റോമാക്കാരും. അങ്ങനെയാണ് ഇവരെ ആധിപത്യത്തിൽ വെച്ചിരുന്നതെന്ന് നമുക്കറിയാം. ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു BC 200 അടുപ്പിച്ചുള്ള കാലഘട്ടത്തിൽ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലാണ് ഈ ജ്യൂസ് ഉള്ളത്. അതിനെതിരെ അവർ ആക്റ്റീവായിട്ടുള്ള വിപ്ലവങ്ങൾ നടത്തുന്നുണ്ട്. മക്കാബായ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ നിയമം, ഓൾഡ് ടെസ്റ്റമെൻറ്റ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വേറെയും ആളുകൾ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം. അവരൊക്കെ മിശിഹ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ മിശിഹ പ്രതീക്ഷ എന്നുള്ളത് പഴയ നിയമത്തിൽ വളരെ സ്ഥലങ്ങളിൽ പരാമർശമുള്ള സംഗതിയാണ്. ഒരു അനോയിറ്റഡ് വൺ വരും, ജ്യൂസിന് ഒരു അനോയിറ്റഡ് വൺ വരും, അവൻ നിങ്ങളെ നയിക്കും, അവൻ നിങ്ങളെ രക്ഷിക്കും എന്നുള്ള ഒരു പ്രവചനം അത് പല കാലത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലുമൊക്കെ അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുവാനുള്ള താല്പര്യമുണ്ടായേക്കാം. അപ്പം അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. അപ്പം അങ്ങനെ വന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഈ ക്രിസ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ബൈബിളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ നിന്നുമാണ്. ഇപ്പം ബൈബിൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ എന്ന് ഉപയോഗിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത് അതിനൊരു ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ദെൻ ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. 72 പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് മൊത്തം ബൈബിൾ എന്ന് പറയുന്നത്. ഈ ന്യൂ ടെസ്റ്റമെൻറ്റിനകത്ത് തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശുവിൻ്റെ
യേശുവിൻ്റെ മരണവും ഉത്ഥാനവും കഴിഞ്ഞതിന് ശേഷം അവർ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനിടയിലൂടെയുള്ള കാര്യങ്ങൾ വരുന്ന ലേഖനങ്ങൾ എന്ന് പറയുന്ന സംഗതിയുണ്ട്. അപ്പം ഇതിൽ അപ്പം സുവിശേഷങ്ങളിൽ ലേഖനങ്ങളിലുമാണ് യേശുവിനെ നമ്മൾ പരിചയപ്പെടുന്നത്. അവിടെ യേശു ഒരിടത്തും ഒരു വിപ്ലവകാരിയായിട്ട് നമ്മൾ കാണുന്നില്ല. യേശുവിൻ്റെ ആശയങ്ങൾ വിപ്ലവകരമായിരുന്നു എന്ന് വേണമെങ്കിൽ ആ കാലഘട്ടത്തിലെ ആശയങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, എപ്പോഴുമുള്ള ഒരു ഐഡിയൽ ആശയമാണ് അത്. അക്കാലത്തോ അതിന് മുൻപുള്ള കാലത്തോ ഇന്നോ എന്ന് വേണമെങ്കിലും പ്രയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലാത്ത ഐഡിയൽ എന്ന് പറയാവുന്ന ഒരു ആശയമാണ്. ഐഡിയൽ എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. ഐഡിയാലിറ്റിക്ക് നമുക്ക് പോകാനാവില്ല. ഐഡിയാലിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറാനേ കഴിയും. അപ്പം യേശുവിനെ സംബന്ധിച്ച് യേശു മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഐഡിയൽ ആശയങ്ങളാണ്, പെർഫെക്റ്റ് ആണ്. അത് ഏത് കാലത്തിനും സൂട്ടബിളാണ്. അവിടെ ഒരിക്കലും ഭരണകൂടത്തിനെതിരെ യേശു സംസാരിച്ചിരുന്നില്ല. യേശുവിൻ്റെ പഠനത്തിൽ ഒരിടത്തും അക്കാലത്തെ റോമാ ഭരണകൂടത്തിനെതിരെയുള്ള യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. യേശു സംസാരിച്ചപ്പം പൊതുവെ ജനത്തെ പഠിപ്പിക്കാനാണ് യേശു സംസാരിച്ചത്. യേശുവിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സുവിശേഷം എന്നത് യേശു തന്നെയാണ്. യേശു പറയുന്നു യേശു തന്നെയാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? യേശുവിനെ സംബന്ധിച്ച് 2 പ്രമാണങ്ങളേ ഉള്ളൂ. ഒന്ന്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിനക്ക് എന്താണോ നല്ലത് അത് മാത്രമേ നീ നിൻ്റെ അയൽക്കാരനോട് ചെയ്യാൻ പാടുള്ളൂ. അവിടെ ഒരു മനുഷ്യൻ്റെ സോഷ്യൽ ബീയിങ്ങിനെ സംബന്ധിച്ചുള്ള, സോഷ്യൽ ലിവിങ്ങിനെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും വ്യക്തമാണ്. അതിന് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് എലാബറേറ്റ് ചെയ്യാൻ കഴിയും. ഇനി ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് സ്നേഹത്തിൽ വിശ്വസിക്കുക എന്നാണ് യേശു പഠിപ്പിച്ചത്. ദൈവപിതാവ് എന്നത് സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്നാണ് യേശു പഠിപ്പിച്ചത്. അതിന് പറയുന്നു, നമ്മൾ സാധാരണ മനുഷ്യരെ കമ്പയർ ചെയ്ത് വളരെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൻ നിങ്ങളോട് മത്സ്യം ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ? നിശ്ചയമായും ഇല്ലല്ലോ. നമ്മളുടെ കുഞ്ഞ് നമ്മളോട് മത്സ്യം ചോദിച്ചാൽ ഏറ്റവും നല്ല മത്സ്യത്തെയല്ലേ കൊടുക്കൂ. അത് മനുഷ്യരങ്ങനെയാണെങ്കിൽ ദൈവം എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് യേശു പറയുന്നത്. വേറൊന്നൊരു ധൂർത്തപുത്രൻ എന്ന് പറയുന്നൊരു കഥയുടെ ഉപമയിലൂടെ വഴിതെറ്റിപ്പോയ ഒരു മകനെ ആഗ്രഹത്തോടെ ആർദ്രതയോടെ കാത്തിരിക്കുന്ന ഒരു അപ്പനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിലൊക്കെയാണ് ഒരു ഒരു മനുഷ്യൻ്റെ ഇടയിലുള്ള അപ്പനെങ്കിൽ ദൈവം അതിനേക്കാൾ എത്രയോ വലിയ സ്നേഹനിധിയായിരിക്കും എന്ന നിലയിലാണ് ദൈവത്തെ പരിചയപ്പെടുന്നത്. ആ ദൈവത്തിൽ വിശ്വസിക്കണമെന്നാണ് യേശു പറഞ്ഞത്. കൂടാതെ അദ്ദേഹം പറയുന്നു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, അല്ലെങ്കിൽ യേശുവിനെ കാണുന്നവൻ യേശുവിൻ്റെ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. കാരണം ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ട്രിനിറ്റിയാണ്. അപ്പോൾ യേശു തന്നെ പറയുന്നു, സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്നത് നിങ്ങൾക്ക് എന്നിൽ ദർശിക്കാനാവും. കുരിശുമരണത്തിലൂടെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവൻ അർപ്പിക്കുക വഴി സ്നേഹം എന്താണെന്ന് യേശു മനുഷ്യനെ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പാഠങ്ങളാണ് യേശു നൽകിയത്. അല്ലാതെ ഭരണത്തിനെതിരെയോ ആർക്കെങ്കിലും എതിരെയുള്ള വിപ്ലവങ്ങൾ യേശു അവിടെ നടത്തിയിട്ടില്ല. ഭരണത്തെ സംബന്ധിച്ചാണെങ്കിൽ, റോമൻ ഭരണത്തെ സംബന്ധിച്ച് യേശുയുടെ മുൻപിൽ ചോദ്യം വരുന്നുണ്ട്, റോമക്കാർക്ക് ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ? അന്ന് യഹൂദര് നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റോമക്കാർ അവരോട് ടാക്സ് പിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അന്ന് യേശു ഭരണകൂടത്തിന് എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി യേശുവിൻ്റെ ശത്രുക്കളായിട്ടുള്ള യഹൂദ മതത്തിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുന്നുണ്ട്, റോമന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ യേശു പറയുന്നത് ടാക്സ് കൊടുക്കണം എന്നാണ്. ടാക്സ് കൊടുക്കേണ്ട എന്നല്ല, ടാക്സ് കൊടുക്കണം എന്നാണ്. യഹൂദരിൽ ബഹുഭൂരിഭാഗം ആളുകളുടെയും ആവശ്യം റോമിന് ടാക്സ് കൊടുക്കേണ്ട എന്നാണ്. കാരണം അവർ അധീശപ്പെടുത്തി വെച്ചിരിക്കുന്നവരാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും വിദേശ ആധിപതികൾക്ക് ടാക്സ് കൊടുക്കണമെന്ന് പറയല. അപ്പം അതുകൊണ്ട് തന്നെ യേശു ഒരു തരത്തിലും അന്നത്തെ റോമൻ ആധിപത്യത്തിനെതിരെ സംസാരിച്ചതേ ഇല്ല. അതിനല്ല യേശു വന്നത് എന്ന് യേശു പറയുന്നുണ്ട്. ഈ ലോകത്തിൽ ഒരു രാജ്യം സ്ഥാപിക്കുവാനോ ഭരണം സ്ഥാപിക്കുവാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നതില്ല, അതെൻ്റെ താല്പര്യവുമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ യേശു എതിർത്ത് സംസാരിച്ചു. അതാരെയാണ്? അത് സംസാരിച്ചത് അന്നത്തെ മതനേതൃത്വത്തെയാണ്. ഏത് കാലഘട്ടത്തിലെ മതനേതൃത്വം പോലെ അക്കാലത്തെ മതനേതൃത്വം അങ്ങേയറ്റം കറപ്റ്റായിരുന്നു. അപ്പോൾ അത്രയും കറപ്റ്റായിട്ടുള്ള മതനേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചത് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവർ യേശുവിനെ പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ മേലെ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കുകയും ആ കുറ്റം ഗവർണറുടെ മുൻപിൽ, പിലാത്തോസ് റോമൻ ഗവർണറുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. അപ്പോൾ റോമൻ ഗവർണർ എന്താ പറഞ്ഞത്? ഈ മനുഷ്യന് ഒരു കുറ്റവും കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ജോർജ് കുളങ്ങര ഇപ്പോൾ പറയുന്ന ഈ കാര്യം, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ഒരു വിപ്ലവകാരിയായിരുന്നു, റോമൻ ഭരണത്തിനെതിരെ വിപ്ലവം നടത്തിയ ആളായിരുന്നു എന്നുള്ള ജോർജ് കുളങ്ങരയുടെ ഈ അവകാശവാദം അന്ന് പിലാത്തോസ് തള്ളിക്കളഞ്ഞതാണ്. റോമിൻ്റെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന കോടതി, അത് ഗവർണർ തന്നെയാണ്, ഗവർണർ തള്ളിക്കളഞ്ഞ കാര്യമാണ്. ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈകഴുകി ഒഴിവാക്കിയത് നിങ്ങളുടെ അസൂയ കൊണ്ടാണ്, ഇയാളെ വിധിക്കാൻ ഞാൻ ആളല്ല, നിങ്ങൾ കൊണ്ട് എന്നാ വേണ്ടത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുക്കുന്നതെന്നൊക്കെ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം യേശു
റോമൻ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച അനേകം മിശിഹമാരിൽ ഒരാളായിരുന്നു എന്നുള്ള ജോർജ് കുളങ്ങരയുടെ വാദഗതി ശരിയല്ല എന്നാണ് ഞാനിവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. കൂടാതെ യേശുവിനെ സംബന്ധിച്ചാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ ഏകദേശം 300ഓളം സ്ഥലങ്ങളിൽ യേശുവിനെ സംബന്ധിച്ച് പ്രവചനങ്ങളുണ്ട്. ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടത് യേശുവിനെക്കുറിച്ച് മാത്രമാണ് എന്ന് ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം. യേശു എവിടെ ജനിക്കും? യേശു കന്യകയിൽ നിന്ന് ജനിക്കും. ആരിൽ നിന്ന് ജനിക്കും? യേശു എവിടെ ജനിക്കും? യേശു എവിടെയാണ് പഠിപ്പിക്കുക? ഗലീലിയയിലാണ് അദ്ദേഹം പഠിപ്പിക്കുക എന്നുള്ളത്. ബത്ലഹേമിലാണ് അദ്ദേഹം ജനിക്കുക എന്നുള്ളത്. അദ്ദേഹം ഏതു തരത്തിൽ പീഡിപ്പിക്കപ്പെടും? വിരലുകൾ തുളയ്ക്കപ്പെടും, കാലുകൾ തുളയ്ക്കപ്പെടും, അദ്ദേഹം ക്രൂസിഫൈ ചെയ്യപ്പെടും, ദെൻ ഉയർത്തെഴുന്നേൽക്കും. ഇത്തരം കാര്യങ്ങൾ മുഴുവൻ യേശു ജനിക്കുന്നതിന് മുൻപ് പഴയ നിയമത്തിൽ ഒരു 2000 വർഷം മുമ്പ് ഉള്ള ചരിത്രമാണ് പഴയ നിയമത്തിന്. 2000 വർഷം മുമ്പ് ഇങ്ങോട്ട് BC കാലഘട്ടത്തിൽ BC 500 വരെയുള്ള കാലഘട്ടത്തിലാണ് പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട കാലഘട്ടത്തിൽ BC 500 മുൻപ് തന്നെ BC 2000 മുതൽ 500 വരെയുള്ള കാലഘട്ടം, ജനസിന്റെ കാലഘട്ടം മുതൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ലോകത്തിൽ ഈ ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമേ ഇത്തരം പ്രവചനങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ ഒരു പഠനത്തിലും അന്നത്തെ എക്സിസ്റ്റിംഗ് ഭരണകൂടത്തിനെതിരെ യാതൊരു തരത്തിലുള്ള വിപ്ലവ ആശയങ്ങളും യേശു പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം മ്യൂസിയത്തിൽ ചരിത്രരേഖയുണ്ടെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരു മ്യൂസിയത്തിലും ഇത്തരത്തിലൊരു ചരിത്രരേഖ യേശു ക്രിസ്തു ഈ റോമൻ ആശയങ്ങൾക്കെതിരെ സമരം ചെയ്ത ആളാണ് എന്നൊരു ചരിത്രരേഖ ലോകത്തിൽ ഒരിടത്തുമില്ല. കാരണം യേശുവിനെ സംബന്ധിച്ചൊക്കെ റിസർച്ച് നടന്നതുപോലെ ലോകത്തിൽ ആരെക്കുറിച്ചും റിസർച്ച് നടന്നിട്ടില്ല. കത്തോലിക്ക സഭ മാത്രമല്ല, സെക്കുലർ ആയിട്ടുള്ള ധാരാളം ആളുകൾ യേശുവിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതാണ്. ഇത്തരം ഒരു പഠനം ആരും ഇതിനു മുമ്പോട്ട് വെച്ചിട്ടില്ല. യേശുവിന് മുൻപ് മിശിഹ എന്ന പേരിൽ ആളുകൾ അവകാശവാദവുമായി വന്നിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ യേശു ഒരു വിപ്ലവകാരിയായിരുന്നു, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നുള്ള ഒരു ആശയം ഒരിടത്തും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു മ്യൂസിയത്തിൽ അത്തരം രേഖകൾ ഉണ്ടാവില്ല. യേശുവിനെ കുറിച്ച് രേഖകളില്ല എന്നുള്ളതാണ്, ചരിത്ര രേഖകളില്ല എന്നുള്ളതാണ് യേശുവിനെ കുറിച്ച് എത്തീസ്റ്റുകൾ പറയുന്ന ഏറ്റവും വലിയ വിമർശനം എന്നുള്ള കാര്യവും ഇപ്പോഴിവിടെ ഓർക്കാവുന്നതാണ്. പിന്നെ യേശുവിനെ പറ്റിയുള്ള അല്ലെങ്കിൽ യേശുവിൻ്റെ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് 500 വർഷം കഴിഞ്ഞാണ് എന്നുള്ള ഒരു അവകാശം തീർത്തും തെറ്റായ സംഗതിയാണ്. ഇതിന് സ്ക്രോൾസ്, പാപ്പിറസിലും തോലിലൊക്കെ എഴുതിയിട്ടുള്ള സ്ക്രോൾസ് ഉണ്ട്, ഒറിജിനൽ സ്ക്രോൾസ് ഉണ്ട്. അത് പിന്നെ ഇസ്രായേലിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുക കുമ്രാൻ എക്സ്കവേഷൻസിലൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട യേശുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് വിളിക്കുന്ന പുസ്തകത്തിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് കാർബൺ ഡേറ്റിംഗ് പ്രകാരം സെയിൻറ്റ് മാർക്കിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് AD 65-നും 70-നും ഇടയിലാണ്. മാത്യുവിൻ്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് AD 80-നും 85-നും ഇടയിലാണ്. ജോണിൻ്റെ സുവിശേഷം ആണ് ഏറ്റവും അവസാനം എഴുതപ്പെട്ടത്, അത് AD 90-നും 100-നും ഇടയിലാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതിയതും അവർ അന്നത്തെ കൊച്ചു കൊച്ചു ക്രിസ്തീയ സമൂഹങ്ങൾക്ക് എഴുതിയ കത്തുകളും, അതിനെയാണ് ലേഖനങ്ങളെന്ന് പൊതുവെ ക്രിസ്തീയ സമൂഹത്തിൽ അറിയപ്പെടുന്നത്, അതിനു മുൻപ് തന്നെ അത് എഴുതപ്പെട്ടിരുന്നു. ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് ജെയിംസിൻ്റെ യാക്കോബിൻ്റെ ലേഖനങ്ങൾ എന്ന് പറയുന്ന ലേഖനങ്ങളാണ്. പിന്നീട് ഗലാത്യൻസിന് എഴുതിയ ലേഖനങ്ങളാണ്. അത് AD 48-നും 50-നും ഇടയിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി തെസലോനിയൻസിനെ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ അത് എഴുതപ്പെട്ടിട്ടുള്ളത് AD 50-നും 51-നും ഇടയിലാണ്. കൊറിന്ത്യസിനും റോമൻസിനും എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് അത് AD 55-നും 58-നും ഇടയിലാണ്. ഇത് കാർബൺ ഡേറ്റിംഗ് വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ 500 വർഷം കഴിഞ്ഞാണ് എഴുതപ്പെട്ടത് എന്നുള്ള ആ വാദത്തിനും യാതൊരു കാര്യമില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങൾ. കൂടാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ പറയുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പഴയ നിയമം ആയിക്കൊള്ളട്ടെ, ഇനി ഭാരതത്തിലെ മഹാഭാരതം ആയിക്കൊള്ളട്ടെ, ഇതൊന്നും എഴുതിക്കൊണ്ടല്ല ഇങ്ങനെ അവതരിക്കുന്നത്. ഇത് അത്തരം ആളുകളുടെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരുടെ വായിൽ നിന്ന് കിട്ടിയത്, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്നത് പലപ്പോഴും ഓറൽ ട്രഡീഷനായിട്ട് അവരുടെ ശിഷ്യന്മാരെ സൂക്ഷിക്കും. അതിൽ ഒരു വാക്ക് പോലും ചോരാതെ. അപ്പോൾ മഹാഭാരതത്തിൻ്റെ കഥ നമുക്കറിയാം, എത്രയോ വലിയ പുസ്തകമാണ്. ഇപ്പോഴാണെങ്കിലും DC ബുക്സ് എഴുതിയിട്ടുള്ള മഹാഭാരതത്തിൻ്റെ പ്രോസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. 8,000-ഓളം പേജുണ്ട്. 8,000-ഓളം പേജ്. ഈ 8,000-ഓളം പേജുള്ള സംഗതി ഞാൻ പഠിപ്പിച്ച ദേവരിക്കോട് ലൈബ്രറിയിൽ ഞാൻ കണ്ടത് 40 വോളിയം പോയട്രി ആയിട്ടാണ്. എഴുത്തച്ഛൻ അത് സംസ്കൃതത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 40 വോളിയൂംസ് ആയിട്ടാണ് മലയാളത്തിലേക്ക്. അത് മുഴുവൻ വാമൊഴിയായി മനുഷ്യർ സൂക്ഷിച്ചിരുന്നു. മുഴുവൻ ഒരുപക്ഷെ പാർട്ട് ആയിരിക്കാം, ഓരോരുത്തരായിട്ട് അതിൻ്റെ ഓരോ പാർട്ട് വെക്കുകയായിരിക്കാം. കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അത് സൂക്ഷിക്കാൻ. അപ്പം അങ്ങനെ ഇതുപോലെ തന്നെ ജൂയിഷ് പാരമ്പര്യത്തിലും
അവരുടെ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്ന സംഗതികൾ ഓർത്തിരിക്കാൻ വേണ്ടി കൃത്യമായ സിസ്റ്റമുണ്ട്. അതിന് ഒരു 12 അവരുടെ 12 ഗോത്രങ്ങൾ ഒരു ഗോത്രത്തെ തന്നെ അതിന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പം അതിൽ നല്ല ഓർമ്മശക്തിയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ഓർത്തു വയ്ക്കും. ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ കൂടെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ മകൾ, അവൾ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 80s അവസാന ഭാഗത്താണ്, SSLCക്ക് സെക്കൻഡ് റാങ്ക് വാങ്ങിയ കുട്ടിയാണ്. അന്ന് സാറ് പറയുമായിരുന്നു അവളുടെ മുഴുവൻ പുസ്തകങ്ങളും സോഷ്യൽ സയൻസ് ആയിക്കൊള്ളട്ടെ, ബയോളജി ആയിക്കൊള്ളട്ടെ, മലയാളം ആയിക്കൊള്ളട്ടെ, ഹിന്ദി മുഴുവൻ ഫസ്റ്റ് പേജ് ടു ലാസ്റ്റ് പേജ് ഷീസ് ബൈ ഹാർട്ട്. അത് കംപ്ലീറ്റ് അവരന്ന് ആ കുട്ടിയെന്ന് ബൈ ഹാർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ കപ്പാസിറ്റി മനുഷ്യർക്കുണ്ട്. ഇന്നത്തെ ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാവും നമ്മളുടെ പല പല ടാലൻറ്റുകളും കാലം കഴിയുന്നതിനനുസരിച്ച്, സൗകര്യങ്ങൾ മുൻപോട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. എഴുത്ത് എന്ന് പറഞ്ഞ കാലം അത് വളരെ സ്മൂത്തായി വന്ന ഒരു കാലത്ത് ഇതുപോലെ മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മനുഷ്യന് ഉപേക്ഷിച്ചു. ഇപ്പം നമ്മൾ എഴുതൽ നമുക്കറിയാം. ഒരു 50 വർഷം കഴിഞ്ഞാൽ എഴുത്ത് എന്ന് പറയുന്ന സാധനം ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മൾ പറയുന്നത് എഴുതി തരുന്ന സോഫ്റ്റ്വെയറുകൾ ഇഷ്ടം പോലെ വരും. അങ്ങനെ സോഫ്റ്റ്വെയർ ഇഷ്ടം പോലെ വരുമ്പോൾ നിങ്ങൾ എന്ന് എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ന് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കിട്ടും. നിങ്ങൾക്കത് പ്രിൻ്ററിലൂടെ പ്രിൻ്റ് ചെയ്തെടുക്കാം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ മനുഷ്യന് എഴുതൽ നിർത്തും. ഇപ്പം എൻ്റെ അപ്പനൊക്കെ 7ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ച ആളാണ്. ഏത് 2 സംഖ്യകൾ മുൻപിൽ വെച്ച് കൊടുത്താലും വളരെ ഈസി ആയിട്ട് ഒരു മൾട്ടിപ്ലൈ ഇതിങ്ങ് തരും. നമ്മളിന്ന് കടയിൽ പോയിട്ട് 10 സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ MA മാത്തമാറ്റിക്സ് പഠിച്ചവനാണെങ്കിൽ കാൽക്കുലേറ്റർ എടുത്തിട്ടാണ് കൂട്ടുക. ഇത് ഇങ്ങനെ, കാരണം അതിൻ്റെ ആവശ്യമില്ല, മെഷീൻ ഇവിടെ ഉണ്ട്. അപ്പം നമുക്കുള്ള പല ടാലൻസും നമ്മൾ കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ, ആ കാലഘട്ടത്തിലൊക്കെ എല്ലാം കിട്ടുമ്പോഴേ എഴുതി വെക്കുകയല്ല ചെയ്യുക. അത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ബൈഹാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. മെറ്റിക്കുലസ് ആയിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു വാക്ക് പോലും നഷ്ടപ്പെടാതെ ഗുരു ശിഷ്യന്മാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പിന്നീട് എഴുത്ത് വന്ന കാലത്താണ് അത് എഴുതി തുടങ്ങിയത്. ഇനി എഴുതാൻ തുടങ്ങിയ കാലത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു യേശുവിനെ കുറിച്ച് ഹിസ്റ്ററി ഇല്ല. യേശുവിനെ കുറിച്ച് എങ്ങനെ ഹിസ്റ്ററി ഉണ്ടാവാനാണ്? എന്താണ് ഹിസ്റ്ററി? യേശുവിൻ്റെ കാലത്ത് എവിടെയാണ് ചരിത്രം എഴുതിയത്? ചരിത്രം പേപ്പറുണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെ എഴുതണം എന്ന് വിചാരിച്ചാൽ നേരെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് കൊടുത്ത് കൊടുത്തൊരു പേന എടുത്തൊക്കെ എഴുതാനൊന്നും പറ്റില്ല. അന്ന് എഴുതിക്കൊണ്ടിരുന്നത് മൃഗങ്ങളുടെ തോലിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഒരു തോല എഴുതാൻ പാകത്തിൽ അങ്ങനെ ബുദ്ധിമുട്ട് എത്രയുണ്ട്. പിന്നീട് ഉപയോഗിച്ചിരുന്നത് പാപ്പിറസ് എന്ന് പറയുന്ന സംഗതിയാണ്. പാപ്പിറസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സ്ട്രോയിലെ വലിച്ചു കുടിക്കുന്ന സ്ട്രോയിലെ അതുപോലത്തെ പിന്നെ തണ്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഒരു മീറ്ററോളം നീളമുള്ള തണ്ട്, ഒരു തരം പുല്ലാണ്. അത് സ്ട്രോ പോലിരിക്കും. ആ സാധനം ഇങ്ങനെ നടുക്കൂടെ കീറിയിട്ട് അതിനെ പിന്നെ ചേർത്ത് വെച്ച് പ്രസ് ചെയ്തെടുത്തിട്ടാണ്, കുറേ എണ്ണത്തിനെ ചേർത്ത് വെച്ച് പ്രസ് ചെയ്യും. അത് കുറേ എണ്ണം ഇങ്ങനെ വിലങ്ങനെ വയ്ക്കും, കുറേ എണ്ണം ഇങ്ങനെ ക്രോസ് ആയിട്ടും വെക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം, അതിനകത്തൊരു പശയുണ്ട്. ആ പശിമയുള്ള ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതിനെ പ്രസ് ചെയ്തിട്ട് ഉണക്കിയെടുക്കും. അപ്പോൾ ഈ ഉൾഭാഗത്തുള്ള സാധനത്തിൻ്റെ പശ കൊണ്ട് ഇതിലാണ് കൂട്ടിച്ചേർന്ന് മുട്ടും. അപ്പോൾ ഇതിൻ്റെ പുറംവശം നല്ല സ്മൂത്തായിരിക്കും. ആ സ്മൂത്തായിട്ടുള്ള സ്ഥലത്ത് എന്തെങ്കിലും മെറ്റലൊക്കെ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക. ഇതാരെ കൊണ്ട് ചെയ്യാൻ പറ്റും? അന്ന് സാധാരണക്കാരനെ സംബന്ധിച്ച് ഭക്ഷണം അന്വേഷിച്ച് നടക്കാന്നല്ലാണ്ട് അവന് പഠിക്കാൻ പോകാനോ എഴുതാനോ വല്ല സമയമുണ്ടോ? രാജകൊട്ടാരങ്ങളിൽ മാത്രമാണ് ചരിത്രം എഴുത്ത് നടന്നിട്ടുള്ളത്. അന്ന് റോമാ രാജകൊട്ടാരത്തിലും ചരിത്രം എഴുതിയിരുന്നു. ആ ചരിത്രം എഴുതുന്നവൻ ഒരു ആശാരി ചെറുക്കനായിട്ടുള്ള യേശുവിനെ ശ്രദ്ധിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ? അദ്ദേഹം ഒരു ആശാരിയുടെ മകനായിട്ട് ജനിച്ച ആളാണ്. വെറും സാധാരണക്കാരാണ്. ജനിച്ചത് പുൽക്കൂട്ടിലാണെന്ന് നമുക്കറിയാം. യേശുവിൻ്റെ ജീവിതകാലത്ത് ഒരു രാജാവിനോ അല്ലെങ്കിൽ രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന പ്രൗഢിയുള്ളവർക്കോ ശ്രദ്ധിക്കാൻ കാര്യമായി ഒരു സംഗതിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ഗുരു മാത്രമായിരുന്നു. ആളുകളെ പഠിപ്പിച്ചു, ശിഷ്യന്മാരെ പഠിപ്പിച്ചു നടന്നു. കുറച്ച് പേര് കൂടെ നടന്നു, അവരെ അത് പഠിപ്പിച്ചു കൊടുത്തു. അതോടത് കഴിഞ്ഞു. ഒരു ചരിത്രകാരനും അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ ചരിത്രം എഴുതുന്ന ആരും അത് ശ്രദ്ധിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ജോസഫൂസ് എന്ന് പറയുന്ന റോമൻ ചരിത്രകാരൻ AD 36 യേശു എന്ന് പറയുന്ന ഒരാളെ ശിഷ്യന്മാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതാണ് യേശുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ ആദ്യത്തെ പരാമർശം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ പരാമർശിച്ചിട്ടുള്ളത്. എന്തായാലും ശരി, ചരിത്രത്തെ 2ആയി വിഭജിച്ച വ്യക്തിയാണ് യേശു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. യേശുവിന് മുൻപ്, യേശുവിന് ശേഷം എന്ന നിലയിലെ ഇന്ന് നമുക്ക് ചരിത്രം പറയാനാവൂ. അപ്പോൾ ഒരു പുൽക്കൂട്ടിൽ പിറന്ന ഒരു മനുഷ്യൻ, ഒരു ആശാരിയുടെ മകൻ എന്ന നിലയിൽ അറിയപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം ദൈവപുത്രനല്ലെങ്കിൽ എങ്ങനെ ഇതുപോലെ അദ്ദേഹത്തിന് നിലനിൽക്കാനാവും? ശ്രീ ജോർജ് കുളങ്ങര പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള സെൻറ്റ് പോള് നല്ല ഒന്നാമത്തെ ഒരു കച്ചവടക്കാരനായതുകൊണ്ട് പുള്ളി അദ്ദേഹത്തെ ഫ്രെയിം ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. ഓർക്കണം, അന്നത്തെ റോമാ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ സർവ്വപ്രതാപികളായിരുന്നു. അവർ സ്വയം ദൈവങ്ങളെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. മാത്രമല്ല അവരുടെ രാജ്യത്തെ മുഴുവൻ ആളുകളും അവരെ ആരാധിക്കേണ്ടിയിരുന്നു. ഏതെങ്കിലും ഒരു റോമൻ രാജാവ് ഇന്ന് ദൈവമായിട്ട് ആരാധിക്കപ്പെടുന്നുണ്ടോ? ഇദ്ദേഹം ആർത്തനായി കുരിശിൽ തൂങ്ങി മരിച്ച ഒരു മനുഷ്യൻ, ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല. ആരും ചോദിക്കാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവർക്ക് കുരിശിൽ തൂക്കി കൊല്ലാൻ സാധിച്ചത്. അത്രത്തോളം ആർത്തനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നവരാരും യോദ്ധാക്കളായിരുന്നില്ല.
സ്വാതന്ത്ര്യ സമരം നടത്താൻ. അവരെല്ലാവരും വെറും ഫിഷർമെൻ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, കുരിശിൽ തൂങ്ങി മരിച്ചൊരു മനുഷ്യൻ ഇന്ന് ലോകത്തിൻ്റെ പ്രകാശമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ചരിത്രത്തെ രണ്ടായി വിഭജിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് ചിന്തിക്കുന്നതിനകത്ത് എന്തോ ഒരു കുഴപ്പമില്ലേ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ വിചാരിച്ചുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക.